ആ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഇത് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണുന്നത് നല്ലതാണ്. അതിനുശേഷം ഈ വീഡിയോ കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഓൺലൈൻ ഡെലിവറി ട്രിക്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഇത് തുടങ്ങി. അത്യാവശ്യം കുറച്ച് ആളുകൾ ഇത് കാണുന്നുണ്ട്, ഉള്ളത് സന്തോഷം. ഞാൻ അതിൻ്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് 45,000 രൂപ ഒരു മാസം ഉണ്ടാക്കാം. 45,000 രൂപ ഒരു മാസം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു 1,500 1,550 ആ റേഞ്ചിൽ നമുക്ക് കിട്ടണം. 1,500 എബോ അല്ലെങ്കിൽ 1,500 കിട്ടണം എങ്കിലാണ് ഒരു മാസം 45,000 രൂപ ഉണ്ടാക്കാൻ കഴിയൂ. ഓൺലൈൻ ഓടുമ്പോൾ പിന്നെ ഞാനൊക്കെ ഞായറാഴ്ച അടക്കം ഓടും. ഞായറാഴ്ച അടക്കം ഓടുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞാൻ കൊച്ചിയിലാണ് ഓടിക്കൊണ്ടിരുന്നത്. കൊച്ചിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഓടാൻ ഭയങ്കര സുഖമാണ്. കാരണം ബ്ലോക്കുകളില്ല, ഫ്രീ ആയിട്ട് ഓടാം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഓടാൻ എനിക്ക് താല്പര്യമാണ്. ഞായറാഴ്ച ദിവസം ഓടാറുണ്ട്. അത് ആ പൈസയും കൂടിയും കൂട്ടിയിട്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ മഴക്കാലത്ത് നമ്മൾ ഓടുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടും. സാധാരണ നമ്മളൊരു 100 രൂപയുടെ ഓട്ടം മഴക്കാലത്ത് ഓടുമ്പോൾ 100 രൂപയിലും കൂടുതൽ കിട്ടും. അങ്ങനെയാണ് അനുഭവം. അതായത് നമ്മൾ ഓടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് കമ്പനികൾ തരുന്നതാണ്. പിന്നെ രാത്രി ഓടുമ്പോൾ ഞാൻ എറണാകുളത്ത് 9 മണി വരെയൊക്കെ ഓടിയിട്ടുണ്ട്. ഞാൻ 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ നിർത്താറുണ്ട്. സാധാരണ ചില ദിവസങ്ങളിൽ 9 മണി 9:30 വരെയൊക്കെ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ലോങ് കിട്ടും. ഒറ്റ ഓട്ടത്തിന് 600 ചില്ലാൻ രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട് എനിക്ക്, ഒറ്റ ഓട്ടം. അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം പിന്നീട്. ഒറ്റ ഓട്ടം 600 ചില്ലാൻ രൂപ. അപ്പോൾ അത് ഓടി ചെന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ സമയം വൈകും. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ 45,000 രൂപ ഉണ്ടാക്കാൻ ഈസിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാക്കണം എന്ന് വെച്ച് ഇറങ്ങുകയാണെങ്കിൽ ഈസിയാണ്. പിന്നെ ചില ആളുകളുണ്ട്, ഓടാൻ പോവും, ഫസ്റ്റത്തെ അടിക്കും, അതൊന്ന് ഓടും, പിന്നെ ഒരു ചായ കുടിക്കും, വിശ്രമിക്കും. പിന്നെ അവിടെ ഇവിടെയും ഈ ഓട്ടത്തിൽ ഒരുപാട് കാഴ്ച കാണാനുണ്ടാവും. പല ആളുകൾക്കും പല താല്പര്യമല്ലേ. കുറേ കാഴ്ചകൾ കണ്ടു നിൽക്കും, എൻ്റർടൈൻമെൻറ്റ് അതൊക്കെ ആസ്വദിക്കും. മാളുകളുടെ ഉള്ളിലേക്കൊക്കെ ഓട്ടം ഉണ്ടാവും, രസമാണ്. ഓബ്രമാള്, എറണാകുളത്തെ കാര്യമാണ് പറഞ്ഞത്. ഓബ്രമാള്, ലുലു മാള്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാവും. നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് പിക്കപ്പോ ഡെലിവറിയോ ചെയ്ത് ഇറങ്ങിപ്പോരാ. അവിടെ നിന്ന് ആസ്വദിക്കാനൊക്കെ നിന്നാൽ സമയം പോവും. അങ്ങനെ ഒക്കെ പൈസ കുറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ മാക്സിമം സമയം കളയാതെ ഓടാൻ നോക്കാറ്. ഫുഡ് വരെ ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ മേടിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ, ലോങ്ങൊക്കെ ഓടുമ്പോൾ ഇത്തിരി അവിടെ നിന്ന് ചിലപ്പോൾ ട്രിപ്പ് കിട്ടില്ല, അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് വേഗം കഴിച്ചിട്ട് പോരും. പിന്നെ ചായ കുടിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലേ ഈ 45,000 രൂപ കിട്ടൂ. അല്ലാണ്ട് 45,000 രൂപ കിട്ടുമെന്ന് ഓൺലൈനിൽ ഒത്തിരി പറഞ്ഞു. നാളെ തൊട്ട് വണ്ടിയും വള്ളവും കൊണ്ട് വലയും കൊണ്ട് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിൻ്റെ കമൻ്റ് അടിയിലൊന്നും എന്നെ തെറി പറയരുത്. തെറി പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ തെറി കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ കിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ഓടിയ ആ പോർട്ടർ എന്ന് പറഞ്ഞൊരു ആപ്പാണ്, ഒരു നീല എംപ്ലായിട്ടുള്ളത്. അതിൽ ജോയിൻ ചെയ്യണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജോയിൻ ചെയ്യാൻ വേണ്ടി വലിയ ഒന്നുമില്ലെന്ന് പറയേണ്ട. പോർട്ടറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യരുത്. ഏതെങ്കിലും പാവങ്ങൾ പോർട്ടർ ഓടുണ്ടാവും ഇവിടെ, അവരോട് പറയാം ലിങ്ക് ഒന്ന് അയച്ചു തരാൻ പറയാം. അതിൻ്റെ ഗുണം ആ ഓടണവന് 10 രൂപ കിട്ടും. നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഓടണവന് 400 രൂപ 300 രൂപയാണ് കിട്ടും. നിങ്ങൾക്ക് വലിയ ചേതലാത്ത ഉപകാരമാണ്. അവരുടെ കയ്യിൽ നിന്ന് ലിങ്ക് ഷെയർ ചെയ്ത് മേടിച്ചിട്ട് ഓടാൻ നോക്കാം. കമ്പനി ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കണതാണ്. അതിപ്പോൾ നമ്മളില്ലാതാക്കണ്ട. അപ്പോൾ
കേട്ട പാതി കേൾക്കാത്ത പാതി നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പണാക്കി ഓടണ്ട എന്നാണ് ഞാൻ പറയണേ. പിന്നെ പോർട്ടൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. അതായത് നമുക്ക് ഈ ലിങ്ക് ഡൗൺലോഡ് ആക്കിയാലും അതിൽ കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറയും. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഏത് വണ്ടിയാണ്, വണ്ടിയിലെ ബുക്കും പേപ്പറിൻ്റെ വണ്ടി നമ്പർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ, ഫോൺ നമ്പർ, പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇതൊക്കെ കൊടുക്കാൻ പറയും. കാരണം ബാങ്കിലേക്കാണ് പൈസ വരുന്നത് ചില സമയത്ത്. ഈ പോർട്ടലിനൊരു ഗുണമുള്ളത് മറ്റ് ആപ്പുകളെ പോലെയല്ല, ഒരു ഓട്ടോ ഓടി ആ കാശ് അപ്പം തന്നെ കൈയോടെ കിട്ടും. അപ്പോൾ കാലത്ത് വന്നിട്ട് നിങ്ങൾ 100 രൂപയ്ക്ക് ഓടണേ, അല്ല 150 രൂപയ്ക്ക് ഓടി, അത് 150 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ പോർട്ടലിൻ്റെ ചെറിയൊരു ഇത്, അതായത് 100 രൂപയ്ക്ക് 10 രൂപ, അല്ല 15 രൂപ, സോറി, പണ്ട് 10 ആയിരുന്നു, ഇപ്പോൾ 15 ആക്കി അവർ. 15 രൂപ എടുത്തിട്ട് 100 രൂപയ്ക്ക് 15 രൂപ എടുത്തിട്ട് ബാലൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പം തന്നെ. അതിൻ്റെ ആഴ്ചയുടെ അവസാനം തരാം, അടുത്ത ദിവസം ആവട്ടെ, ഈ മാസം അവസാനം തരാം. നിങ്ങളെന്താ അങ്ങനെ ഓടിയേ, അതുകൊണ്ട് ഇതില്ല, അങ്ങനെയൊന്നുമില്ല. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഓടിക്കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിനോട് ഒരുപാട് വാക്കുതർക്കങ്ങളൊന്നും വേണ്ട. കാരണം നമ്മൾ കസ്റ്റമേഴ്സിന് പൈസ തന്നില്ലെങ്കിൽ പിന്നെ പോർട്ടലിൻ്റെ എക്സിക്യൂട്ടീവിനെ വിളിച്ചു പറഞ്ഞാൽ അപ്പം തന്നെ അവർ നമുക്ക് പൈസ ഇട്ട് തരും. എത്ര രൂപ വേണമെങ്കിൽ ഇട്ട് തരും. അവരാദ്യം കസ്റ്റമറോട് വിളിച്ചു പറയും നിങ്ങളത് പൈസ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർ പൈസ ഇട്ട് തരും. എൻ്റെ എത്ര നാളത്തെ സർവീസിന് ഇന്ന് വരെ എനിക്ക് 10 രൂപ പോലും തരാതിരുന്നിട്ടില്ല. തരാതിരുന്ന സംഭവമുണ്ട്, അത് പിന്നീട് പറയാം. അത് പോർട്ടലിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റായിട്ട് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറ്റിയതാണ്. അതൊരു മണ്ടത്തരായിപ്പോയി. എൻ്റെ 200 ചില്ലായിരം രൂപ നഷ്ടമായിപ്പോയി. അതിനെ പറ്റിയുണ്ട്. അങ്ങനെ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 12, എൻ്റെ ഒരു അനുഭവത്തിൽ 12 ഓട്ടം അല്ലെങ്കിൽ മാക്സിമം ഒരു 13 ഓട്ടമൊക്കെ ഓടിക്കഴിഞ്ഞാൽ 1500 രൂപ കിട്ടും. അത് നന്നായിട്ട് ഓടാണെങ്കിൽ ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും തീരും. ഞാൻ കാലത്തൊരു 9 മണിക്ക് ഇറങ്ങും, 8:30 9 മണിക്ക് ഇറങ്ങി വൈകിട്ടാകുമ്പോഴേക്കും ഈ കാശ് ഒപ്പിക്കാം. പിന്നെ നമ്മൾ ഇതിനൊരു ആപ്ലിക്കേഷൻ വേറെയുണ്ട്. നമ്മൾ ഈ നമ്മുടെ എറണാകുളത്ത് ഓട്ടത്തിന് പോകുമ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് നേരം നിന്നിട്ട് ഓട്ടം കിട്ടിയില്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് നീങ്ങി നിൽക്കും. അവിടെ നിന്ന്, അതായത് ഓരോ ഷോപ്പുകാരൊക്കെയാണ് ഇത് ബുക്ക് ചെയ്യണം. അപ്പോൾ ആ ഷോപ്പിനോട് ചേർന്ന് അല്ലെങ്കിൽ അടുത്തുള്ള ഒരു 5 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കും. കുറച്ചുകൂടി നീങ്ങി മെല്ലെ മെല്ലെ അടിക്കുള്ളൂ. അപ്പോൾ അതിന് ചേർന്ന് അടുത്ത് നിൽക്കാൻ വേണ്ടി മാറി മാറി നിൽക്കും നമ്മൾ ബൈക്കും കൊണ്ട്. അപ്പോൾ ഓട്ടത്തിൽ ഈ ആപ്ലിക്കേഷൻ അടിക്കും. ചില സമയത്ത് ബെല്ലൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം, പ്രത്യേക രീതിയിൽ അടിയാണ്. അടിക്കുമ്പോൾ നമുക്ക് അതിന്മേ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം, കൈ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ. ആദ്യം എടുക്കുന്ന ആൾക്ക് കിട്ടും. അതാണ് ആപ്ലിക്കേഷൻ്റെ ഇത്. മിക്ക ഓൺലൈനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം. ആദ്യം എടുക്കണം, എങ്കിലേ അത് കിട്ടുള്ളൂ, എത്ര രൂപ വരെയാണെങ്കിലും. അപ്പോൾ ക്ലിക്കർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ക്ലിക്കർ ഒരുപാട് ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ ക്ലിക്കർ ഉപയോഗിക്കുന്ന ക്ലിക്കർ ഞാൻ പിന്നീട് ലിങ്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഒരു 300-400 ക്ലിക്ക് ഒരുമിച്ച് അടിക്കും. അതായത് ഫസ്റ്റ് കിട്ടും നമുക്ക് ഓട്ടം, അങ്ങനെ ഓട്ടം കൂടുതൽ കിട്ടും. പിന്നെ സ്ഥിരമായിട്ട് ഓടുന്ന ആളുകൾ ഇവരെ യൂണിഫോം മേടിക്കണം. യൂണിഫോം നിർബന്ധമല്ല, ഞാൻ യൂണിഫോം ഇല്ലാണ്ട് ഒരുപാട് നാൾ ഓടിയതാണ്. യൂണിഫോം മേടിക്കണം, ബോക്സ് മേടിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓട്ടം കിട്ടും. അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് നേരം വൈകി കിട്ടുള്ളൂ. 10 സെക്കൻഡ് അതിനുള്ളിൽ വേറെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടും. അങ്ങനെ ഓട്ടം കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓട്ടത്തിൽ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയണു. നമുക്ക് എത്രത്തോളം, നമുക്കിതുവരെ അങ്ങനത്തെ അപകടമൊന്നും പറ്റിയിട്ടില്ല. ട്രാഫിക് വളരെ ശ്രദ്ധിച്ച് ഓടണം. പല ആളുകളും, ഞങ്ങൾ എറണാകുളത്ത് ഓടുമ്പോൾ ബ്ലേഡ് വയ്ക്കാമെന്ന് പറയും. ഞാൻ മാതിരി പരിപാടിയൊക്കെ ചെയ്തതാണ് ബ്ലേഡ് വയ്ക്കൽ. കറക്റ്റ് ഒരു ഹാൻഡിൽ കിടന്ന് പോകാവുന്ന ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ
വണ്ടിയുടെ ഇടയിൽ കൂടെ 2 വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലേഡ് വെച്ച് പോകണേ. ഇമ്മാതിരി പരിപാടി അതൊന്നും ഞാൻ നിർത്തി. കാരണം ഒരു വലിയൊരു ആക്സിഡൻറ്റ് കണ്ടു. അത് പിന്നെ ഞാൻ നിർത്തി. അത് ചെയ്യാതിരിക്കുക, ആരും ചെയ്യാതിരിക്കുക. അത് ട്രാഫിക് ലംഘനമൊന്നുമല്ല, ട്രാഫിക് ഇതൊന്നുമില്ല. 2 വണ്ടിയുടെ ഇടയിൽ കൂടെ അങ്ങനെ എന്ന് പറഞ്ഞ് പോണത് ഇതല്ല. അപകടകരമായ ഡ്രൈവിംഗ് എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. പക്ഷേ അതാരും ഓൺലൈൻകാരെ സ്വതവേ ആരും അങ്ങനെ പിടിച്ച് നിർത്തി ചാർജ് ചെയ്യാറൊന്നുമില്ല. അരി മേടിക്കാൻ ഉടന്തല്ലേ വിട്ടു പോട്ടെ എന്ന് വയ്ക്കും. പോലീസുകാരൊക്കെ അങ്ങനെ ഒരു നല്ലൊരു എന്നെ ഇന്ന് വരെ പോലീസ് പിടിച്ചിട്ട് ചാർജ് ചെയ്തിട്ടില്ല. അവർ കണ്ടാലും ഓൺലൈൻ ഉടന്തല്ലേ പോട്ടെ എന്ന് പറയും. അവർക്കറിയാം ആ തഴപ്പട്ടിണിക്കാരാണ്, ബുദ്ധിമുട്ടോട് ഓടുന്നതാണ്, അവർ പോട്ടെ എന്ന് പറയും. എങ്കിലും ഇതൊന്നും ചെയ്യാതിരിക്കുക ഓൺലൈൻ ഓടുമ്പോൾ. പിന്നെ ട്രാഫിക് നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുക. ഒരു തെറ്റും വരുത്തരുത്. സീബ്ര ലൈനിൽ മറ്റേ ആളുകൾ ക്രോസ് ചെയ്യുന്ന ലൈനിലൊന്നും കയറ്റി നിർത്തരുതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് അത് ചെയ്യുന്നത് തെണ്ടിത്തരാണ്. രണ്ടാമത്തെ കാര്യം ട്രാഫിക് വയലേഷനാണ്. ക്യാമറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇമാതിരി റെഡ് ലൈറ്റ് കത്തി കിടക്കുമ്പോൾ എളുപ്പം കൊണ്ട് കൊടുക്കുന്നത് വെച്ചിട്ട് അങ്ങോട്ട് കയറി പോവുക. നമ്മൾ വിചാരിക്കാത്ത അപകടം കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ട്. ഇതിൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മളാണ് അനുഭവിക്കുന്നത്. ആരും അത് ചെയ്യരുത്. ട്രാഫിക് നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുക. ആരെങ്കിലുമൊക്കെ പാലിക്കാതിരുന്നോട്ടെ, പിള്ളേർ ആരെങ്കിലുമൊക്കെ പാലിക്കാതിരുന്നോട്ടെ. പക്ഷേ ഓൺലൈൻ ഓടുന്ന ആളുകൾ, എൻ്റെ ഈ വാക്ക് കേട്ട് ഓൺലൈൻ ഓടാൻ ഇറങ്ങുന്ന ആളുകൾ എല്ലാവരും ട്രാഫിക് നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കാതിരിക്കരുത്. നമ്മൾ ഒരു പ്രാവശ്യം പോലും പോലീസ് പിടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്രെഡിറ്റ്. അല്ലാണ്ട് എപ്പോഴും പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യുന്ന ഒരാളായി മാറരുത്. പിടിക്കില്ല. ഓൺലൈൻകാരൊക്കെ ആകുമ്പോൾ പൊക്കോട്ടെ വയ്ക്കും. ഓൺലൈൻകാർക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ആളുകളൊക്കെ ഓൺലൈനിലാണ് ഓടുന്നത്, അതുകൊണ്ട് വലിയ അംഗീകാരമില്ലെന്ന് വയ്ക്കും. അംഗീകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കയറി ചെല്ലാനുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ്, അതുപോലെ വലിയ വലിയ ഓഫീസുകൾ, മറ്റു സാധാരണക്കാർക്ക് കയറി ചെല്ലാൻ പറ്റില്ല, പാസ് എടുക്കണം അങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓൺലൈനിൻ്റെ പേരിൽ നമ്മൾ ഇതിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് കയറി പോവാം. അത് നമ്മളോടുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ ആ കമ്പനിയോടുള്ള വിശ്വാസമാണ്. അത് നിങ്ങളവിടെ പോയിട്ട് ഇവർ പണ്ട് ആരാന്ന് പറഞ്ഞാൽ ആറാമ്പറപ്പ് കാണിച്ചിട്ട് നശിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾ, ഇത് ഉപദേശ ചാനലല്ല എങ്കിലും ഇത് കാര്യങ്ങൾ പറഞ്ഞു മാത്രം ഓടിയതുകൊണ്ട് പല ആളുകളും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ഇതുമാതിരി കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ ചെറിയ ഓട്ടമാണെങ്കിൽ വലിയ ഓട്ടങ്ങൾ മാക്സിമം എടുത്ത് ഓടാൻ നോക്കാം. ഓട്ടങ്ങൾ കട്ട് ചെയ്ത് കളയരുത്. കാരണം ചില ആളുകൾ ചില ഓട്ടങ്ങൾ കട്ട് ചെയ്ത് കളയും. ചെയ്യാതിരിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഈ ക്ലിക്കർ ആപ്പിൻ്റെ ലിങ്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാണ്ട് കാര്യമില്ലല്ലോ. പിന്നെ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇടാം. ഞാനിത് ഓട്ടം നിർത്തിയതാണ്. വെറുതെ ഡൗൺലോഡ് ചെയ്താൽ മതി എന്ന് വയ്ക്കണം. എൻ്റെ ലിങ്കിൽ കയറി ഞാൻ നോക്കട്ടെ അത് ഇടാൻ പറ്റുമെന്ന്. അതാണെങ്കിൽ ഇടാം. അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. പരമാവധി നിലവിൽ ഓടുന്ന പയ്യന്മാരോ ആരെങ്കിലും നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഉപകാരമായിരിക്കും. മുൻപേ പറയട്ടെ, അവർക്ക് 300-400 അത്രയാണ് രൂപ കിട്ടും. നിങ്ങൾ അവരുടെ ആ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്താൽ. പിന്നെ ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഓടുന്നത് പോർട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പോർട്ടർ ശരിക്കും പറയുകയാണെങ്കിൽ ഫുഡ് ആപ്പല്ല, ഇലക്ട്രോണിക്സ് സാധനങ്ങൾ അങ്ങനെ നമുക്ക് സപ്ലൈ ചെയ്യണ ഒരു ആപ്പ് കൂടിയാണത്. ഫുഡല്ല കൂടുതൽ വരുന്നത്, ഇലക്ട്രോണിക്സ് കുറേ സാധനങ്ങൾ വരും, എല്ലാ ഐറ്റംസും വരും അതിൽ. ചില സമയത്ത് ഫുഡ് വരും, മീറ്റ് വരും, പച്ചക്കറി വരും, ഇതൊക്കെ വരും. ഒരു പരിധി കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയണം. അല്ലാണ്ട് നമുക്കൊരു 10 രൂപ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും എടുക്കരുത്. എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായാൽ നമ്മൾ വഴി കിടന്നാൽ 10 രൂപ കൂടുതൽ കിട്ടുന്നത് വഴിയിൽ പോകും. അതുകൊണ്ട് എടുക്കാൻ പറ്റാത്ത വലിയ ഭാരമുള്ളതൊന്നും ബൈക്കിന് 20 കിലോ ആണ് അവർ പറയണത്. 20 കിലോ 25 കിലോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു താക്കോലായിരിക്കും തന്നയക്കണേ, ചിലപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ആയിരിക്കും തന്നയക്കണേ, ചിലപ്പോൾ ഒരു മൊബൈൽ കവറായിരിക്കും തന്നയക്കണേ, അങ്ങനെയും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം. നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ കൂടുതൽ വലിയ ഭാരമൊക്കെ ആണെങ്കിൽ അവരോട് പറയാം, നമ്മുടെ വായ കിടക്കുന്ന ആക്കല്ല സാർ, ഇത്ര ഉണ്ട്,
പരമാവധി സാർ, ഞാൻ പരമാവധി ആളുകളെ സാർ എന്നാണ് വിളിക്കാറ്. എല്ലാവർക്കും വിളിക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാരണം കുറച്ചും കൂടി ക്വാളിഫിക്കേഷനുള്ള ആളുകളെ എല്ലാവരും ചെന്ന് സാർ സാർ മാഡം സാർ ഒന്നും വിളിക്കുന്നുണ്ടാവില്ല. ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. സാറേ ഇത്ര വെയിറ്റ് ഉണ്ടത് കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. അവർ പറയും 50-100 രൂപ കൂടുതൽ തരും ടിപ്പ്. അത് കിട്ടാറുണ്ട്. 50-100 രൂപ ടിപ്പൊക്കെ തരാറുണ്ട് ആളുകൾ. നീ കൊണ്ടുപോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എത്തിക്ക്, ഞാൻ 50 രൂപ കൂടുതൽ തരാം, 100 രൂപ കൂടുതൽ തരാം, അങ്ങനെ തരാറുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടു പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ എഴുതി വെച്ചൊന്നും പറയുന്നതല്ല, റിപ്പീറ്റേഷനും വരാം. അപ്പോൾ അത് ഇതിപ്പോൾ വീഡിയോ കുറച്ച് നീണ്ടു പോകണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മറ്റു കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്തെങ്കിലും കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ കമൻ്റായിട്ടൊന്ന് എഴുതിയിടണേ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ കമൻറ്റിൻ്റെ താഴെ എഴുതിയിടാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ. ഇത് പോർട്ടറിൻ്റെ ഇത് പൈസ സമ്പാദിക്കുന്ന ഉപരിയായിട്ട് എന്നെ സംബന്ധിച്ച് നല്ലൊരു ആപ്ലിക്കേഷനാണ്. എനിക്ക് 3-4 ഇത് ഞാൻ ഓടിയുണ്ട്. ഫുഡ് ആപ്പുകൾ ഓടിയുണ്ട്, എല്ലാ ആപ്പുണ്ട്. അവസാനം ഞാൻ പോർട്ടർ ഓടിയിട്ട് അവരിൽ നിന്നെല്ലാം നല്ലൊരു ആപ്ലിക്കേഷനാണ്. നെഗറ്റീവ് വശം ഒരുപാടുണ്ട് കേട്ടോ. പോർട്ടറിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. നമുക്ക് 8ൻ്റെ പണി കിട്ടുന്ന നെഗറ്റീവ്സ് ഉണ്ട് പോർട്ടറിന്. അതുപോലെ പോസിറ്റീവും ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോകളിൽ ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു.